കുവൈറ്റിൽ സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കാനുള്ള തീരുമാനം റമദാന് മുൻപ് നിയമമായേക്കുമെന്ന സൂചന. റമദാനിൽ സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് 2 മാസത്തിനുള്ളിൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് നീക്കം നടക്കുന്നത്. സന്ദർശന വിസയിൽ കുവൈത്തിലേക്ക് വരുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തിന് ചൊവ്വാഴ്ചയാണ് കുവൈത്ത് പാർലമെന്റിന്റെ അംഗീകാരമായത്. മന്ത്രിസഭയുടെ അംഗീകാരം കൂടി ലഭിച്ച ശേഷം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാലാണ് നിയമം പ്രാബല്യത്തിലാവുക. ഇൻഷുറൻസ് തുക സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നിർദ്ദേശം നിയമമാക്കി നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആഭ്യന്തര മന്ത്രാലയമെന്നാണ് റിപ്പോർട്ടുകൾ. റമദാൻ സീസണിലാണ് കുവൈത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശക വിസ ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. പുണ്യമാസത്തിൽ ആളുകൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാൽ ഭിക്ഷാടനവും പിരിവും ലക്ഷ്യമിട്ട് വരുന്നവരും കുറവല്ല. ഇങ്ങനെ യാചനയ്ക്കും മറ്റുമായി ആളുകൾ സന്ദർശന വിസയിലെത്തുന്ന പ്രവണതയ്ക്ക് തടയിടാൻ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക വഴി സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ഇളവിന് അർഹതയുള്ള വിഭാഗത്തിൽ നിന്ന് നഴ്സുമാരെയും ബാങ്ക് വിളിക്കാരെയും ഒഴിവാക്കി. ഇരു വിഭാഗത്തിനും ലൈസൻസ് അനുവദിക്കുന്നതിൽ ഇളവ് വേണ്ടെന്നാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. ഏതാനും വർഷങ്ങളായി കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് വിദേശികൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത്. സർവകലാശാലാ ബിരുദം, 600 ദിനാറിൽ കുറയാത്ത ശമ്പളം, 2 വർഷത്തിൽ കൂടുതൽ രാജ്യത്ത് സ്ഥിരതാമസമുള്ളവരായിരിക്കുക തുടങ്ങിയ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമാണ് ലൈസൻസിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ചില തസ്തികകളെ ജോലിയുടെ സ്വഭാവം പരിഗണിച്ച് മാനദണ്ഡങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇത്തരത്തിൽ ഇളവിനർഹതയുള്ള പട്ടികയിൽ നിന്നാണ് ഇപ്പോൾ നഴ്സ്, മുഅദ്ദിൻ എന്നിവരെ ഒഴിവാക്കിയത്. ഗതാഗത വകുപ്പിലെ ട്രാഫിക് റെഗുലേഷൻ ഡയറക്ടർ കേണൽ മുഹമ്മദ് അൽ ഖദയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ബാങ്ക് വിളി നിർവഹിക്കുന്നവർ അതാത് പള്ളിയോടനുബന്ധിച്ചാണ് പൊതുവെ താമസിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ട്രാൻസ്പോർട്ട് സർവീസ് ഉപയോഗപ്പെടുത്തിയാണ് നഴ്സുമാരുടെ ആശുപത്രിയിലേക്കും തിരിച്ചുമുള്ള യാത്ര. അതുകൊണ്ട് ജോലി ആവശ്യാർത്ഥം ഇരുകൂട്ടർക്കും ലൈസൻസ് ആവശ്യമില്ലെന്ന് അധികൃതർ വിശദീകരിച്ചു. അതോടൊപ്പം നിലവിൽ ലൈസൻസ് കൈവശമുള്ളവർക്ക് പുതുക്കുന്നതിന് പുതിയ ഉത്തരവ് തടസ്സമാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ കടകളുടെ ബോർഡുകൾ നിയമാനുസൃതമാക്കാൻ 6 മാസത്തെ സാവകാശം അനുവദിച്ചു. തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ബോർഡുകൾ നിയമവിരുദ്ധമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഓഗസ്റ്റ് 31 ശേഷം പരിശോധന ശക്തമാക്കുമെന്നും നിയമലംഘകർക്ക് പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. വാണിജ്യ നിക്ഷേപം, തദ്ദേശ ഭരണം എന്നീ മന്ത്രാലയങ്ങൾ സംയുക്തമായാണ് നിയമലംഘനത്തിനെതിരെ നീക്കം നടത്തുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെയോ ഉൽപ്പന്നങ്ങളുടെയോ പേരിലുള്ള ബോർഡുകൾ ഉപഭോക്താക്കളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. ബോർഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചെറുതായി സ്ഥാപനത്തിന്റെ പേര് നിയമസാധുതയ്ക്ക് വേണ്ടി മാത്രം എഴുതിയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. പ്രമുഖ കടകളുടെ പേരിന് സമാനമായി എഴുത്തിലും പേരിലും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്ഥാപനങ്ങളുടെ ബോർഡുകളും പരസ്യങ്ങളും സത്യസന്ധമായിരിക്കണമെന്ന് ഇരു മന്ത്രാലയങ്ങളും ചേർന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷനിലുള്ള പേരാണ് സ്ഥാപനത്തിന്റെ ബോർഡിൽ എഴുതേണ്ടത്. ആഗസ്റ്റ് 31 വരെയാണ് കടയുടമകൾക്ക് മന്ത്രാലയങ്ങൾ സാവകാശം അനുവദിച്ചിട്ടുള്ളത്. നിശ്ചിത അവധിക്ക് ശേഷം പരിശോധന കർശനമാക്കുമെന്നും നിയമലംഘകർക്ക് പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ബ്രാൻഡുകളുടെയും ഉപഭോക്താക്കളുടെയും അവകാശ സംരക്ഷണമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അസർപുള്ളിയിൽ മീഡിയ 1 റിയാദ്. സൗദിയിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ സെന്ററുകൾ ഇനി മുതൽ രാത്രിയിലും പ്രവർത്തിക്കും. വാഹനങ്ങളുടെ വർധനവും സെന്ററുകളിലെ തിരക്കും പരിഗണിച്ചാണ് രാജ്യത്തെ പ്രധാന 4 MVPI സെന്ററുകൾ രാത്രിയിലും പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗത്തിന് കീഴിലാണ് രാജ്യത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, റോഡപകടങ്ങൾ കുറക്കുക, അന്തരീക്ഷ മലിനീകരണം തടയുക എന്നിവ ലക്ഷ്യമിട്ടാണ് ട്രാഫിക് വിഭാഗത്തിന് കീഴിൽ വാഹന പരിശോധന നടന്നുവരുന്നത്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ മാറ്റുന്നതിനും പുതുക്കുന്നതിനും പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിലാണ് ട്രാഫിക് വിഭാഗത്തിന്റെ പരിശോധനാ സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്. പകൽ സമയങ്ങളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഈ സെന്ററുകളുടെ പ്രവർത്തനമാണ് രാത്രി വരെയായി ദീർഘിപ്പിച്ചത്. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെ ഉണ്ടായിരുന്നത് ഇനി മുതൽ രാത്രി 11 മണി വരെ പ്രവർത്തിക്കും. ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ടായിരുന്നത് രാത്രി 10 മണി വരെയായും പുതുക്കി നിശ്ചയിച്ചു. ദമ്മാം, റിയാദ്, ജിദ്ദ, മക്ക സ്റ്റേഷനുകളുടെ പ്രവർത്തനമാണ് പുതുക്കിയ സമയക്രമം അനുസരിച്ച് പ്രവർത്തിക്കുക. മീഡിയ 1 ദമ്മാം. സൗദിയിലെ ഖുങ്ഫുദയ്ക്കടുത്ത് ഭൂചലനമുണ്ടായതായി റിപ്പോർട്ട്. ചെങ്കടൽ തീര നഗരമായ ഖുങ്ഫുദയ്ക്കടുത്താണ് ബുധനാഴ്ച വൈകിട്ട് ഭൂചലനമുണ്ടായത്. സൗദി ജിയോളജി വിഭാഗമാണ് വിവരം വ്യക്തമാക്കിയത്. കരയിൽ നിന്ന് 166 കിലോമീറ്റർ അകലെ കടലിലുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.05 രേഖപ്പെടുത്തി. ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ സെക്ടറിലേക്ക് പറക്കാൻ സന്നദ്ധമാണെന്ന് ഒമാനിലെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ CEO ക്യാപ്റ്റൻ മുഹമ്മദ് അഹമ്മദ് പറഞ്ഞു. ഉഭയകക്ഷി ധാരണപ്രകാരമുള്ള പ്രതിവാര സീറ്റുകൾ പൂർണ്ണമായതിനാലാണ് സർവീസ് ആരംഭിക്കാൻ കഴിയാത്തത്. സർവീസ് ആരംഭിക്കണമെങ്കിൽ പ്രതിവാര സീറ്റുകൾ വർദ്ധിപ്പിക്കണം. സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്നും
ഇത് ഉടൻ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ക്യാപ്റ്റൻ മുഹമ്മദ് അഹമ്മദ് പറഞ്ഞു. നിലവിൽ സലാം എയർ 17 നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 വിമാനങ്ങൾ സ്വന്തമാക്കാനും 60 സിറ്റികളിലേക്ക് സർവീസ് നടത്താനും പദ്ധതിയുണ്ട്. GCC രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. ഖരീഫ് സീസണിൽ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്ന് സലാലയിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കും. സലാം എയർ സർവീസ് ആരംഭിച്ചിട്ട് 2 വർഷം പൂർത്തിയാവാൻ പോകുന്നു. ഈ കാലയളവിൽ 1.4 ദശലക്ഷം യാത്രക്കാർ സലാം എയർ ഉപയോഗപ്പെടുത്തി. സലാലയിൽ നിന്ന് മാത്രം 6 ലക്ഷം യാത്രക്കാരാണ് സലാം എയറിൽ യാത്ര ചെയ്തത്. ഈ വർഷം തന്നെ പുതുതായി 17 നഗരങ്ങളിലേക്ക് കൂടി സലാം എയർ സർവീസ് നടത്തും. മീഡിയ 1 മസ്കത്ത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ദുബായ് RTIയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആദരം. 20 വനിതാ ഉദ്യോഗസ്ഥരെയാണ് ദുബായിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത്. RTA ഡയറക്ടർ ജനറലും ചെയർമാനുമായ മതാർ അൽ തായറാണ് വനിതാ ഉദ്യോഗസ്ഥർക്കുള്ള പുരസ്കാരങ്ങൾ കൈമാറിയത്. ദുബായ് ഗതാഗത രംഗത്തെ പരിഷ്കരണ നടപടികൾക്ക് വനിതാ ഉദ്യോഗസ്ഥർ നൽകുന്ന സേവനങ്ങൾ ഏറെ മികച്ചതാണെന്ന് മതാർ അൽ തായർ പറഞ്ഞു. എല്ലാ തുറകളിലും വനിതകൾക്ക് മുന്നേറാൻ അനുകൂല സാഹചര്യം ഒരുക്കാൻ UAE ഭരണാധികാരികൾ കൈക്കൊള്ളുന്ന നടപടികളെ പുരസ്കാരം ലഭിച്ച വനിതകൾ പ്രകീർത്തിച്ചു. ദുബായിയുടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും വനിതകൾക്ക് ഉയർന്ന പ്രാതിനിധ്യം തന്നെയാണ് ഇപ്പോൾ നൽകി വരുന്നത്. RTIയിൽ മാത്രം 800ഓളം സ്ത്രീകളെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇവരിൽ 56ഓളം വനിതകളാണ് RTIയുടെ ഉന്നത ചുമതലകളിലുള്ളത്. മീഡിയ 1 ദുബായ്. ബഹ്റൈനിൽ സ്വദേശിവൽക്കരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കണമെന്ന് പാർലമെന്റ് അംഗങ്ങൾ. സർക്കാർ മേഖലയിൽ 100% സ്വദേശിവൽക്കരണം നടപ്പിലാക്കണമെന്നാണ് MP-മാരുടെ ആവശ്യം. അടുത്ത 3 വർഷത്തിനുള്ളിൽ സർക്കാർ മേഖലയിലെ തൊഴിലുകൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയത്തെ ബഹ്റൈൻ പാർലമെന്റിൽ MP-മാർ അനുകൂലിച്ചു. നിലവിൽ 85% പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം പൂർണ്ണമായി നടപ്പിലായിട്ടുണ്ടെങ്കിലും രാജ്യത്തെ സ്വദേശികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാൻ സർക്കാർ മേഖലയിൽ സ്വദേശികളുടെ പ്രാതിനിധ്യം ഇനിയും വർദ്ധിപ്പിക്കണമെന്നാണ് പാർലമെന്റിൽ MP-മാർ ആവശ്യമുന്നയിച്ചത്. പൊതുമേഖലയിൽ സ്വദേശിവൽക്കരണ ശ്രമങ്ങൾ ശക്തമാക്കണമെന്ന് സ്വദേശി തൊഴിൽദാന കമ്മിറ്റി അംഗവും MP-യുമായ ബാസിം അൽ മാലിക്കി പറഞ്ഞു. തൊഴിലില്ലായ്മ നിരക്ക് അവഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് രാജ്യത്തുള്ളത്. നിലവിൽ പൊതുമേഖലയിലെ തൊഴിൽ തസ്തികകളിൽ സ്വദേശികളുടെ അനുപാതം എത്രയാണെന്ന് പരിശോധിക്കുകയും സുതാര്യമായ രൂപത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇതിന്റെ സാമ്പത്തിക, സുരക്ഷാ, സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്തെ ചില പ്രത്യേക പ്രൊഫഷനുകളിൽ നിന്ന് പൂർണ്ണമായും വിദേശികളെ ഒഴിവാക്കുമെന്ന രീതിയിൽ തൊഴിൽ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് നവസാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്ത വ്യാജമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. മീഡിയ 1 ബഹ്റൈൻ. കുവൈത്തിൽ ഗതാഗത വകുപ്പ് ഓഫീസുകൾ ഇനി വൈകുന്നേരങ്ങളിലും പ്രവർത്തിക്കും. മാർച്ച് 10 ഞായറാഴ്ച മുതലാണ് ട്രാഫിക് കാര്യാലയങ്ങളുടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുന്നത്. രാവിലെ 7:30 മുതൽ വൈകിട്ട് 6 വരെയാണ് ഓഫീസുകൾ പ്രവർത്തിക്കുക. തിരക്ക് മൂലം വീർപ്പുമുട്ടുന്ന ഓഫീസുകളുടെ പ്രവർത്തനം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടി. 3ാമത് രാജ്യാന്തര പട്ടം പറത്തൽ ഫെസ്റ്റിവലിന് ദോഹയിൽ ആവേശകരമായ തുടക്കം. 18 രാജ്യങ്ങളിൽ നിന്നായി 80-ലേറെ ടീമുകളാണ് ഇത്തവണ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ബുധനാഴ്ച തുടങ്ങിയ ഫെസ്റ്റിവൽ ശനിയാഴ്ച അവസാനിക്കും. ദോഹയുടെ ആകാശത്തിപ്പോൾ പക്ഷികൾ മാത്രമല്ല പാറിക്കളിക്കുന്നത്, മൃഗങ്ങളും കടൽ ജീവികളുമൊക്കെ പറന്നു നടക്കുകയാണ്. 3ാമത് രാജ്യാന്തര പട്ടം പറത്തൽ ഫെസ്റ്റിവലിന് അത്യാവേശത്തോടുകൂടിയാണ് രാജ്യം വരവേറ്റത്. ദോഹ ആസ്പെയർ സോൺ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിൽ ഇത്തവണ പട്ടം പറത്താനെത്തിയത് 18 രാജ്യങ്ങളിൽ നിന്നായി 80-ലധികം ടീമുകളാണ്. ബ്രിട്ടൻ, സ്പെയിൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇറ്റലി, ചൈന, കൊളംബിയ എന്നിവയ്ക്ക് പുറമെ ഇന്ത്യയിൽ നിന്നും ആതിഥേയരായ ഖത്തറിൽ നിന്നും പ്രൊഫഷണൽ താരങ്ങൾ പട്ടം പറപ്പിക്കാനെത്തി. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 3 മണി മുതൽ രാത്രി 11 മണി വരെയുമാണ് പ്രദർശനം. രാത്രി LED ലൈറ്റിൽ നടത്തുന്ന ലൈറ്റ് കൈറ്റ് ഇത്തവണത്തെ പ്രത്യേകതകളിൽ ഒന്നാണ്. There is 4 category competition. The first one for the biggest kites, the second one for the who they can make the kites more in the air, and the third one for the big flag in the kites, and the fourth for the best design for the kites. സ്വദേശികളും പ്രവാസികളുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും പട്ടം പറത്തൽ കാണാൻ അസ്പയർ മൈതാനത്തെത്തുന്നത്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി വിവിധതരം വിനോദ പരിപാടികളും മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ബുധനാഴ്ച തുടങ്ങിയ ഫെസ്റ്റിവൽ ശനിയാഴ്ച സമാപിക്കും. PC സൈഫുദ്ദീൻ, മീഡിയ 1 ദോഹ. സൗദിയിലെ റിയാദിൽ മദ്യവാറ്റ് കേന്ദ്രം പിടികൂടി. തലസ്ഥാന നഗരിയിലെ മതകാര്യ വിഭാഗമാണ് 3 സ്ഥലങ്ങളിലായി നടത്തിയിരുന്ന വാറ്റ് കേന്ദ്രങ്ങൾ പിടികൂടിയത്. നിയമലംഘകരായി രാജ്യത്ത് കഴിയുന്ന 5 പുരുഷന്മാരെയും 3 സ്ത്രീകളെയും വാറ്റ് കേന്ദ്രത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ടെന്നും റിയാദ് മതകാര്യ വിഭാഗം മേധാവി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ സബർ പറഞ്ഞു. രഹസ്യവിവരവും വാറ്റ് കേന്ദ്രത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിശദാംശങ്ങളും ലഭിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ സഹായത്തോടെ റെയ്ഡ് നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിരുന്ന മദ്യം, വാറ്റിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്ത് നശിപ്പിച്ചു.
അബുദാബിയിൽ അടുത്തയാഴ്ച നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിലേക്ക് സംഭാവന ചെയ്യാൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് അവസരമൊരുക്കുന്നു. ലുലുവിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു ദിർഹം മുതൽ സംഭാവന ചെയ്യാനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാസം 14 മുതൽ 21 വരെയാണ് സ്പെഷ്യൽ ഒളിമ്പിക്സിന് അബുദാബി വേദിയാകുന്നത്. ലുലു ഉപഭോക്താക്കൾക്ക് നേരിട്ടല്ലാതെ ലുലുവിന്റെ വെബ്സൈറ്റ് മുഖേനയും സംഭാവന നൽകാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ ലുലു ഗ്രൂപ്പ് സിഇഒ സെയ്ഫി രൂപവാലയും സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസ് സിഇഒ പീറ്റർ വീലറും ഒപ്പുവെച്ചു. അബുദാബി ഖാലിദിയ മാളിലായിരുന്നു ചടങ്ങ്. നിശ്ചയദാർഢ്യക്കാർക്കായി നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ കായികമേളയായ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധിക്കുന്നത് വലിയ അംഗീകാരമായാണ് കാണുന്നതെന്ന് സെയ്ഫി രൂപവാല പറഞ്ഞു. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായുള്ള സഹകരണം മേളയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് പീറ്റർ വീലറും വ്യക്തമാക്കി. മീഡിയ 1 അബുദാബി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കേരളത്തിൽ നിന്നും 3 സീറ്റുകൾ വേണമെന്ന അഭിപ്രായമാണുള്ളതെന്ന് SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി ആയത് അവരുടെ സംഘടനാകാര്യം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ വേണമെന്ന അഭിപ്രായം തന്നെയാണ് SKSSFനുള്ളതെന്ന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇത് എല്ലാവർക്കും ഉണ്ടല്ലോ, സംസ്ഥക്കുണ്ട്, ലീഗിനുണ്ട്. മൂന്നാമതല്ല, കൂടുതൽ പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പിന്നെ മുസ്ലിങ്ങൾ വരണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. അല്ല, മുസ്ലിം ലീഗിനാണ് പിന്നെ വ്യക്തമായൊരു കാഴ്ചപ്പാട് ന്യൂനപക്ഷങ്ങളോട് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് പാർട്ടിൻ്റെ അതനുസരിച്ചുണ്ടാവുള്ളൂ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപിച്ചതിനെ കുറിച്ച പ്രതികരണം ഇങ്ങനെ: ഗ്രാൻഡ് മുഫ്തി തരം ആർക്കും കേരളത്തിനും തരം ആരും സ്വീകരിച്ചിട്ടില്ല, നൽകിയിട്ടില്ല. അങ്ങനെ പദവി ഉണ്ടോന്ന് ഇപ്പം തന്നെ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരുടെ SSFന്റെ സമ്മേളനത്തിൽ അവരുടെ നേതാവിനെ അവർ ഗ്രാൻഡ് മുഫ്തിയാക്കി. ശരി, ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പോസ്റ്റ് ഉള്ളത് ബറേലി വിഭാഗത്തിന്റെ ആളാണ് ഉണ്ടാറ്. അത് അവര് പിന്നെ ഷൂറ കൂടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതുണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരളത്തിൽ നടന്നു വന്നിരുന്ന സുന്നി ഐക്യ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ലെന്നും ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അല്ല, അത് പിന്നെ നിർത്തിയൊക്കെ കാരണം അത് ഈ ചർച്ച നടക്കുമ്പോഴും പിന്നെ ചില മാലികളിൽ പിന്നെ പ്രശ്നം ഉണ്ടായപ്പോൾ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. അവന് തൽക്കാലം നിർത്തിവെക്കാന്നുള്ള അതായിരിക്കാം. ജിദ്ദയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. പ്രമുഖ ഫുഡ് പാക്കേജിംഗ് ഗ്രൂപ്പായ ഹോട്ട് പാക്കിന്റെ പുതിയ ഷോറൂം UAEയിലെ ഉമ്മുൽ ഖുവൈനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ഹോട്ട് പാക്കിന്റെ UAEയിലെ റീറ്റെയിൽ ഷോറൂമുകളുടെ എണ്ണം 12 ഉയർന്നു. ഉമ്മുൽ ഖുവൈനിലെ സൽമയിൽ നടന്ന ചടങ്ങിൽ അലി അഹമ്മദ് ഉബൈദ് അൽ മുത്തവ്വയും അദ്നാൻ ജാസിം റാഷിദ് ഉസൈബയും ചേർന്നാണ് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മാനേജിംഗ് ഡയറക്ടർ PB അബ്ദുൽ ജബ്ബാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PB സൈനുദ്ദീൻ, ടെക്നിക്കൽ ഡയറക്ടർ PB അൻവർ, നോർത്തേൺ എമിറേറ്റ്സ് റീജിയണൽ ഡയറക്ടർ KM മുഹമ്മദ് അഷ്റഫ് എന്നിവരും മറ്റു മാനേജർമാരും ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. കമ്പനിയുടെ 25ഓളം പുതിയ ഉൽപ്പന്നങ്ങളും ചടങ്ങിൽ പുറത്തിറക്കി. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, മൊറോക്കോ, ഇന്ത്യ എന്നിവിടങ്ങളിൽ കമ്പനിയുടെ ബ്രാഞ്ചുകൾ നിലവിലുണ്ട്. ഭാവിയിൽ ഹോട്ട് പാക്കിന്റെ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ വിപുലമായ വികസന പദ്ധതി ആവിഷ്കരിച്ചതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1 ഉമ്മുൽ ഖുവൈൻ. ഇടപ്പാളയം അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് അബുദാബി അൽറീം ഖുറ സ്പോർട്സ് ഗ്രൗണ്ടിൽ മാർച്ച് 8 നടക്കും. 24 ടീമുകൾ അണിനിരക്കും. JPPC കാളച്ചാലിന്റെ ജേഴ്സി പ്രകാശനം ദുബൈയിൽ നടന്നു. ടീം മാനേജർ മുസ്തഫ, ഗൾഫ് ഗേറ്റ് മാനേജർ നൌഷാദ്, മുഹമ്മദ് റിയാസ്, രതീഷ് പൂജാരി, അവിനാഷ് റാവു എന്നിവർ സംബന്ധിച്ചു. ജിദ്ദയിലെ വെട്ടുപാറ CH സെന്റർ കമ്മിറ്റി ഏർപ്പെടുത്തിയ 2ാമത് KVA ഗഫൂർ അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിലിന്. ജിദ്ദയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് കമ്മിറ്റി ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറക്കടുത്ത് വെട്ടുപ്പാറ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന CH സെന്ററിന്റെ പേരിലുള്ള ജിദ്ദ കമ്മിറ്റിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ആതുര സേവന മേഖലയിൽ സോഷ്യൽ മീഡിയ വഴി ഫിറോസ് കുന്നംപറമ്പിൽ നടത്തുന്ന ഇടപെടലുകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തെ അവാർഡിനായി തെരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ET മുഹമ്മദ് ബഷീർ MP ചെയർമാനും TV ഇബ്രാഹിം MLA, KMCC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് KMCC സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന KVA ഗഫൂറിന്റെ പേരിലുള്ള അവാർഡ്. ഏപ്രിൽ 2ാം വാരം വെട്ടുപ്പാറയിൽ CH സെന്റർ 4ാമത് വാർഷിക സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, KP മുഹമ്മദ് കുട്ടി, അൻവർ വെട്ടുപ്പാറ, KMA ജബ്ബാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ജിദ്ദ. വീണ്ടും അംഗത്തിനൊരുങ്ങി സോണിയ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിയിലും UP അധ്യക്ഷ സോണിയാഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കും. ഗുജറാത്തിലെ 4ഉം ഉത്തർപ്രദേശിലെ 11 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്.
തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. UPA അധ്യക്ഷ സോണിയാഗാന്ധി റായ്ബറേലിയിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കും. റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമമായി. ഉത്തർപ്രദേശിലെ കുശിനഗറിൽ RPN സിംഗും ഫറൂഖാബാദിൽ സൽമാൻ ഖുർഷിദും സ്ഥാനാർത്ഥികളാകും. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിർമ്മൽ ഖത്രിയാണ് സ്ഥാനാർത്ഥി. 2014 നരേന്ദ്രമോദിയുടെ രണ്ടാം മണ്ഡലമായ